നമ്മളൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി കൊണ്ടു നടക്കുന്ന ആളുകളാണല്ലോ. മുമ്പ് നമ്മളൊക്കെ എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ എംപ്ലോയീസ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നതാണ് എല്ലാവർക്കും താല്പര്യം. അത് ഒരു സ്ഥിരമായ വരുമാനം ഉണ്ടാവും, റിസ്ക് കുറവാണ് എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കും എംപ്ലോയി മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പോകുന്നത്. പക്ഷെ നമ്മളൊരു ബിസിനസ് ഓണറായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ശരിക്കും എന്തൊക്കെയാണ്? നമുക്ക് ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻകത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാസീവ് ഇൻകം ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാം. ലെറ്റ്സ് നമ്മൾക്ക് എന്തെങ്കിലും അസുഖമായി സ്റ്റിൽ ഈ ഒരു ബിസിനസ് നമ്മൾ ഡെലിഗേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇൻകം അവിടെ ജനറേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ബിസിനസ്മാനിന് സർട്ടൻ ക്വാളിറ്റീസ് ഒക്കെ വേണം. ഫസ്റ്റ്ലി റിസ്ക് ടേക്കിംഗ് ആറ്റിറ്റ്യൂഡ് വേണം, റിസ്ക് എടുക്കാൻ കഴിയണം. പിന്നെ റെസീലിയൻസ്, റിസ്ക് ടേക്കിങ്ങിൻ്റെ കൂടെ വരുന്നതാണ് റെസീലിയൻസ്, വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള ആ ഒരു മനഃശക്തി അത് ഉണ്ടാകണം. പിന്നെ പ്രോബ്ലം സോൾവിങ്, അത് ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്ത് ഡെസിഷൻ മേക്കിംഗ് സ്കിൽ, ഇത് മൊത്തത്തിൽ ചെയ്യാനുള്ള എബിലിറ്റി, അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമു, അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ അവരുടെ ഹൃദയത്തിന് മനഃശക്തി പകർന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയല്ല വേണ്ടത്, എഴുന്നേറ്റ് നിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കരുത്ത് കിട്ടുക എന്നുള്ളത് ഓർക്കണം.